കുട്ടികളോട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളായിരിക്കാം, ചില വാക്കുകളായിരിക്കാം അവൻ്റെ കോൺഫിഡൻസിനെ ഫുള്ളായിട്ട് ഇല്ലാതാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവരൊരു ഡ്രോയിങ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് നമ്മളതിൽ മിസ്റ്റേക്കുകൾ മാത്രം എടുത്ത് അവരെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, ഈ വീട് വരച്ചത് ശരിയായില്ല, ട്രീ വരച്ചത് ശരിയായില്ല, ട്രീയിലെ ലീഫ് വരച്ചത് ശരിയായില്ല, അങ്ങനെ ഓരോരോ മിസ്റ്റേക്കുകൾ മാത്രം നമ്മൾ അവനെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു കോൺഫിഡൻസ്, അത് ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇല്ലാതാകുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ള കുട്ടികളെ വെച്ചിട്ട് അവനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അവൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, അത് നോക്കുക, അല്ലെങ്കിൽ അവൾ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, അതേപോലെ നീ എന്താണ് വരയ്ക്കാത്തത്, അതേപോലെയാണ് വരയ്ക്കേണ്ടത്, അങ്ങനെ പറഞ്ഞ് നമ്മൾ മറ്റുള്ള കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഡ്രോയിങ്ങിൽ എല്ലാവരും യൂണീക്കാണ്. ഞാൻ വരയ്ക്കുന്ന അതേ സ്റ്റൈലിൽ അതേപോലെ മറ്റൊരാൾക്ക് വരയ്ക്കാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ മറ്റൊരാൾ വരയ്ക്കുന്ന, അല്ലെങ്കിൽ കുട്ടി വരയ്ക്കുന്നത് പോലെ എനിക്കും ഒരിക്കലും വരയ്ക്കാൻ പറ്റണമെന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച്, അവരവരുടെ സ്വന്തം സ്റ്റൈലിനനുസരിച്ച് ആ ഒരു രീതിയിലായിരിക്കും വരയ്ക്കുന്നുണ്ടായിരിക്കുക. എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒരാളുടെ ഡ്രോയിങ് വെച്ചിട്ട് മറ്റൊരാളിനെ കമ്പയർ ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡ്രോയിങ്ങിൽ അവർക്കുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നല്ല നല്ല ഡ്രോയിങ്സും പെയിൻറ്റിങ്സും എല്ലാം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവുക. ഇങ്ങനെ മിസ്റ്റേക്കുകൾ മാത്രം പറയാതെ, മറിച്ച് ഒരു ഡ്രോയിങ് കാണുന്ന സമയത്ത് നീ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നിൻ്റെ ശ്രമം നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ആ ഒരു ഡ്രോയിങ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിലെ കോൺഫിഡൻസും തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നീട് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, നീ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡ്രോയിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ട്രീ വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ അത് ആഡ് ഓൺ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രീ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും, നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ നമ്മളെ കുട്ടികളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുട്ടികളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് ഭാവിയിൽ നല്ല ആർട്ടിസ്റ്റായിട്ട് മാറുന്നുണ്ടായിരിക്കുക. അവർക്ക് നല്ല നല്ല ഡ്രോയിങ്സും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. സോ കുട്ടികളെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ വരയ്ക്കുന്ന ഏതൊരു ചെറിയ ഡ്രോയിങ് ആണെങ്കിലും അതിൻ്റെ മിസ്റ്റേക്ക് മാത്രം പറഞ്ഞു കൊടുക്കാതെ നല്ല രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക.